بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه وعترته والصالحين أما بعد സഹോദരങ്ങൾ, ലാംഗ്വേജ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടത്തപ്പെടുന്ന റിസർച്ച് കലയുടെ ഭാഗമായി ഇവിടെ അരങ്ങേറ്റം കുറിക്കപ്പെടുന്ന ബിപാസ എന്ന നാമധേയത്തിൽ ഇവിടെ ഇനി പ്രചാരം നേടാൻ പോകുന്ന പരിപാടിയുടെ ഏറ്റവും പ്രഥമമായ പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ ദാഹത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത്. നമുക്കൊക്കെ അറിയാം, ദാഹം ശരീരത്തിനാണ്. ശരീരത്തിന് രണ്ട് തരം ദാഹങ്ങളുണ്ട്. ഒന്ന് ഭക്ഷണത്തിനോട് അല്ലെങ്കിൽ പാനീയങ്ങളോടുള്ള ദാഹം, വെള്ളത്തോടുള്ള ദാഹം, ജലതൃഷ്ണ എന്നർത്ഥം. രണ്ടാമത്തേത് നമ്മളുടെ ലൈംഗികമായ ദാഹം. ഈ രണ്ട് ദാഹങ്ങളും നമ്മളുടെ സാഹിത്യങ്ങളിലൊക്കെ വല്ലാതെ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളത് വായനക്കാരായ നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു ദാഹത്തെക്കുറിച്ചല്ലാതെ നമ്മളുടെ ആത്മാവിന്റെ ദാഹത്തെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആത്മാവിനാണ് അറിവ് ആവശ്യം. ആത്മാവിനാണ് പരകായ പ്രവേശം എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്താനുള്ള മാരിഫത്ത് തേടിയുള്ള യാത്രകൾ എന്നൊക്കെ പറയുന്ന അതിനോടുള്ള ദാഹം ഒക്കെ ആത്മാവിനാണ്. അറിവിന് വേണ്ടിയുള്ള, അറിവിനായി ഉദയം ചെയ്ത ജന്മങ്ങളായ നമ്മളൊക്കെ അറിവിനായി ദാഹിക്കുന്നത് കാണുകയും അങ്ങനെയുള്ള ഒരു പരിശീലന പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയുമാണ് ഇന്നു മുതൽ ഇവിടെ. നിങ്ങൾ ബിപാസ എന്ന് എഴുതിയതിൽ മധ്യത്തിൽ ഒരു ചുവന്ന അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ യാദൃച്ഛികമായിരിക്കാം അത് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ദാഹം നമ്മൾ രക്തം കൊടുത്ത് ദാഹത്തിന് വേണ്ടി യാത്ര ചെയ്ത് നമ്മൾ അറിവ് നേടണം എന്നുള്ളേക്കുള്ള സൂചനയാണ്. അങ്ങനെ വായിക്കാനാണ് എനിക്കിഷ്ടം. ഇവിടെ ലാംഗ്വേജും സിവിലൈസേഷനുമാണ് ഈ ഒരു ദാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഭാഷ എന്ന് പറയുന്നത് അതൊരു ടൂളാണ്. എന്തിനു വേണ്ടിയുള്ള ടൂള്? പല കാര്യത്തിനും അറിവിന് വേണ്ടിയുള്ള ടൂള്. നമ്മൾ ആലത്ത് എന്ന് സാധാരണ പറയും. നഹ്വാവട്ടെ, സർഫാവട്ടെ, ബലാഗയാവട്ടെ, മറ്റ് മന്തിഖാവട്ടെ, ഇതൊക്കെ ആലത്താണ്. ഇൽമുൽ ആല എന്നാണ് നമ്മളെ കിതാബുകളിലൊക്കെ പറയപ്പെടുക. ഈ ആലത്തിന്റെ ഭാഗമായി നിങ്ങൾ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ചർച്ച ചെയ്യുന്ന, പഠിക്കുന്ന കൂടുതൽ കാര്യങ്ങളും ഈ ആലത്തിന്റെ പരിധിയിലാണ്. ഈ ആലത്ത് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചരിത്രം രചിക്കുകയാണ്, നാഗരികത രചിക്കുകയാണ്, സൃഷ്ടിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളും ഭാഷാ വിദ്യാർത്ഥികളും കൂടെ നാഗരികതകൾ സൃഷ്ടിക്കുകയും നാഗരികതകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ വളരെ ഗൗരവമായി വ്യാപൃതരാവുകയും ചെയ്യുക. നമുക്കറിയാം, അറിവിന് വേണ്ടി യാത്ര ചെയ്ത ഒരുപാട് ആളുകൾ. നമുക്ക് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് കടൽ കടന്നെത്തുന്ന ഇമാം ലൈത്ത് ബിൻ സഅദിനെ കുറിച്ച്, അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ വർഷത്തിൽ ഒരു തവണ
ഒരു വർഷം മുഴുവൻ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളും അദ്ദേഹം അന്വേഷിച്ച് ഒരു തീർപ്പിലെത്താൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആ യാത്ര തുടങ്ങുക. മാലിക് റളിയല്ലാഹു അൻഹു നിവസിക്കുന്ന മദീനയിലെത്തി അവിടെ നിന്ന് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ആ ക്ലാസ്സിൽ സന്നിഹിതനായി അതിനുശേഷം അദ്ദേഹം കണ്ടെത്തിയതിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സംശയങ്ങളെ കുറിച്ചുമൊക്കെ അവിടെ ചർച്ച നടക്കുകയും അവസാനം നല്ലൊരു തീർപ്പോടുകൂടെ അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നല്ല സൗഹൃദപരമായി നിലനിന്നുകൊണ്ട് വളരെ സംതൃപ്തിയോടുകൂടെയുള്ള ഒരു യാത്ര, ആ യാത്രക്ക് ശേഷമുള്ള ഒരു തിരിച്ചുപോക്ക്. ഒരു മാസം ഇവിടെ ഈ ഒരു റിസർച്ച് കൊളോക്കിയം നിലനിൽക്കുകയാണ്. യാത്രയുടെ തുടക്കമാണിത്. ഇപ്പൊ നമ്മൾ പലതും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലത്ത് കഴിഞ്ഞ കാലത്തൊക്കെ പൂർവ്വകാലത്ത് നിങ്ങൾ അന്വേഷിച്ച കാര്യങ്ങളുടെ ഒക്കെ സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ ചോദ്യങ്ങളായി ഉണ്ടാകും. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നടക്കുന്ന ചർച്ചകളിലും മറ്റുമൊക്കെ അതിന് പരിഹാരം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളാണ് ഹദീസ് വിജ്ഞാനീയത്തിലെ അഗ്രേസരരായ പണ്ഡിതന്മാരുടെ യാത്രകളെ കുറിച്ച്. ഒരു കലിമത്തിന് വേണ്ടി, ഒരു പദത്തിന് വേണ്ടി, ഒരു സനദിന് വേണ്ടി, ഒരു വിജ്ഞാന ശാഖയ്ക്ക് വേണ്ടി ഒക്കെ യാത്ര ചെയ്ത പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ. ഭാഷയ്ക്കുമുണ്ട് അങ്ങനെ പറയാൻ ധാരാളം ആളുകൾ. ഇങ്ങനെ അറിവിനായി യാത്ര ചെയ്യുന്ന അതിന്റെ തുടർച്ച ഇന്നും നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് അറിവുകൾ ലോകത്തിന് കൈമാറിയ, ഇന്ത്യയിലും ഇതുപോലെ അറിവിന് വേണ്ടി യാത്ര ചെയ്തവരുണ്ട്. ഇന്ത്യയിലുള്ള അറിവിനായി ദാഹിച്ചു വന്നവരുണ്ട്. നമുക്കറിയാം, തസവുഫിന്റെ വളരെ സൂര്യശോഭയോടുകൂടെ തിളങ്ങി നിൽക്കുന്ന മൻസൂർ ഇബ്നുൽ ഹല്ലാജ്, അബ്ദുൽ കരീമുൽ ജീലി, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ അറിവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ ജനതതികളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പസ് നിലനിൽക്കുന്നത്. നമ്മൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായി ഒരു പക്ഷേ കാണുന്നുണ്ടാകാം. പക്ഷെ വളരെ ഗൗരവമുള്ള, ഇതിൻ്റെ ശരിക്ക് സത്ത ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും വ്യാപൃതരായിട്ടുള്ളത് എന്ന് അധ്യാപകർ എന്ന നിലയിൽ ഞങ്ങൾ ആലോചിക്കുമ്പോൾ വളരെ സംതൃപ്തി തോന്നുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ വിഷയത്തെ കാണണം. വളരെ സമഗ്രമായി വിഷയങ്ങളൊക്കെ നിങ്ങൾ കാണണം. അങ്ങനെ നിങ്ങൾ ദാഹിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കും കേരളീയ സമൂഹത്തിനും മുസ്ലിം ഉമ്മത്തിനും ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ അറിവിനായി ഉദയം ചെയ്തത് എന്ന ആ പാട്ടിൻ്റെ ഈരടികളിൽ നമ്മളിലൂടെ അന്വർത്ഥമാകുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പൂരണം നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നൊക്കെ ചിലരൊക്കെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുന്നുണ്ട്. ആ പോകുന്നതും പഴയകാല ചരിത്രത്തിൻ്റെ തുടർച്ചയായി നമുക്ക് കാണാൻ പറ്റണം. ചിലർ ഇവിടെയുള്ള ജീവിത സാഹചര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ നല്ല ജീവിത സാഹചര്യങ്ങൾ, ഇവിടെയുള്ള അന്വേഷണ രീതികളെക്കാൾ കുറച്ചുകൂടി നല്ല അന്വേഷണ രീതികൾ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ പോകുന്നവരുണ്ടാകാം. ചിലർ എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ശരിയായ പരിഹാരം നമ്മുടെ രാജ്യത്ത് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് അന്യരാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ പോകുന്നവരും നമ്മളുടെ സിസ്റ്റത്തിലും ഇന്ത്യ രാജ്യത്തും ധാരാളമുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് പല യൂണിവേഴ്സിറ്റികൾക്കും സ്വീകരിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനുമൊക്കെ വല്ലാത്ത ആഗ്രഹം അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ബിപാസ എന്ന് പറയുന്നത് കേവലം നമ്മൾ വാക്കിനു വേണ്ടി വാക്കുപയോഗിച്ച് നമ്മളുടെ ഒരു കാലം കഴിക്കുന്നതിന് പകരം ഓരോ വാക്കുകളും നമ്മളിൽ ചില ധ്വനികൾ
സൃഷ്ടിക്കുമെന്നും ആ ധ്വനികളിലൂടെ നമ്മൾ അറിയാതെ നമുക്ക് മാറ്റം സാധ്യമാകുമെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അവസരങ്ങളാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. പല അവസരങ്ങളും നമുക്ക് മുന്നിൽ വരും. ചിലപ്പോൾ സലാം പറഞ്ഞു പോകും, ചിലപ്പോൾ ഒരു ദിവസം നമ്മളോട് കൂടെ തങ്ങും, ചിലപ്പോൾ ഒരു മാസങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാകും. അപ്പം ഇതൊരവസരമാണ്. പരമാവധി എല്ലാവരും എൻഗേജ് ചെയ്യുക. നമ്മളെ PG പഠനം എന്ന് പറയുന്നത് തന്നെ അന്വേഷണവും ഗവേഷണവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ശരിയായ രീതി ഇവിടെ നടക്കപ്പെടണം. അന്വേഷണം സാധ്യമാകുന്ന അല്ലെങ്കിൽ അതിന് വളക്കൂറുള്ള ഒരു മണ്ണായി ഇതിനെ മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വളരെ നല്ല സുമോഹനമായ സുന്ദരമായ അഭിലഷണീയമായ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ നന്ദിയും കടപ്പാടും കൃതജ്ഞതയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോടും 2 ഡിപ്പാർട്ട്മെൻറ്റിനോടും സ്ഥാപനത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനികാധ്യാപനം കൊണ്ട്, വാക്കുകൊണ്ട്, അത് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഈ വലിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.